നത്തിങ് എന്ന് പറയുന്ന പുസ്തകത്തിനെ പറ്റിയിട്ടോ നമ്മുടെ ഓഥറിനെ പറ്റിയിട്ടോ യാതൊരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ല എന്നെനിക്കറിയാം. കാരണം നമുക്കൊക്കെ പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറച്ച് ആളുകളും പുറത്തു നിന്നുള്ള ആളുകളും ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ നിങ്ങളിൽ പലരും ഈ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവും. ഓൾറെഡി ഈ ബുക്കിനെ പറ്റിയിട്ട് സംശയങ്ങളുണ്ടാവും, ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അപ്പോൾ ഡെഡ് നോ നത്തിങ് എന്ന് പറയുന്ന പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തിന് ഏറ്റവും ചേർത്ത് നിർത്താൻ പറ്റിയൊരു പുസ്തകമാണ് ഡെഡ് നോ നത്തിങ്. കാരണം നമ്മുടെ കൊല്ലം തന്നെയാണ് ഇതിലൊരു മേജർ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. കൊല്ലത്തിലെ ഒരു സ്ഥലം തന്നെയാണ് ഇതിലൊരു മേജർ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ആൻഡ് നമ്മുടെ ഈ ഒരു കൊല്ലത്തിൽ ഈ ഒരു സ്ഥലത്തെയും ഈ ഒരു കഥയെയും ഒരു നോവലിനെയും ഒക്കെ ഇൻ്റർനാഷണലി ഒരുപാട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇതിനോടകം തന്നെ. നമ്മുടെ ബുക്ക് പബ്ലിഷ് ചെയ്ത് ഈ ഒരു കുറച്ച് കാലയളവേ ആയിട്ടുള്ള ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് ഇതിനകം തന്നെ ധാരാളം ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റി റിവ്യൂ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്ത ഒരു ബുക്കായി ഇത് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തുടക്കം മുതൽ ഈ ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബുക്കിൻ്റെ പബ്ലിഷിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് കാണാൻ പറ്റി ഉള്ളത് തന്നെ ഞാനൊരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എനിവേ നമ്മൾ ഇന്ന് ഈ ഒരു പുസ്തകത്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഥറോ മാത്രമല്ല ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങളിൽ ഓരോരുത്തരും ഈ പുസ്തകം വായിച്ചവരും പുസ്തകം വായിച്ചിട്ട് അതിനെപ്പറ്റി സംശയങ്ങളുള്ളവരും എല്ലാം ഈ ഒരു ചർച്ചയുടെ ഭാഗമാവണം. എങ്കിൽ മാത്രമേ ഈ ഒരു ചർച്ച കംപ്ലീറ്റ് ആവൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. സോ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു ടൈറ്റിലിനെ പറ്റി തന്നെയാണ്. ദ ഡെഡ് നോ നത്തിങ് എന്ന് പറയുന്ന ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഇസ് വെരി ഇൻട്രീഗിങ്. അപ്പോൾ എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ടൈറ്റിലും ഇതിനകത്ത് സ്റ്റോറിയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്? ഡെഡ് നോ നത്തിങ് എന്ന ടൈറ്റിലേക്ക് എത്തിയത് ബിബ്ലിക്കലായിട്ടുള്ളൊരു ടൈറ്റിലാണ്. കാരണം ഇതിനകത്ത് ബൈബിൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഡെഡ് നോ നത്തിങ് എന്ന് പറയുന്നത് ബൈബിളിൽ വരുന്നൊരു കൊട്ടേഷനാണ്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ആണ് കാര്യങ്ങൾ അറിയാവുന്നത്, മരിച്ചുപോയവർക്ക് ഇനി ഒന്നും ഇല്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡെഡ് നോ നത്തിങ്, അതായത് ലിവിങ്ങിന് മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ, അവർക്ക് ഇനി മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. മാത്രമല്ല ഈ കഥയ്ക്കകത്ത് മരിച്ചുപോയ ഈ നേരത്തെ ഉണ്ടായിട്ടുള്ള 2-3 മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിങ്ക് ചെയ്ത് വരുന്ന കഥയാണ്. അപ്പോൾ ആ മരിച്ചുപോയവർക്ക് യഥാർത്ഥം എന്തുവാണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഒന്നും ഉള്ള ഒരു കാര്യം അറിയില്ല. ബൈബിളിൽ പറയുന്ന കണക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടൈറ്റിൽ ആപ്റ്റായിരിക്കുമെന്ന് തോന്നി. നേരത്തെ ആദ്യമേ ഞാൻ പ്ലാൻ ചെയ്തിരുന്ന ടൈറ്റിൽ ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞ് വീണ്ടും ബിബ്ലിക്കൽ ടൈറ്റിലായിരുന്നു. പക്ഷേ ആ ടൈറ്റിൽ പിന്നീട് അവസാന ചാപ്റ്റർ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഡെഡ് നോ നത്തിങ് എന്ന ടൈറ്റിലേക്ക് ഫിക്സ് ചെയ്തത്. അപ്പം ബിബ്ലിക്കലായിട്ടുള്ളൊരു ടൈറ്റിൽ തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഡെഡ് നോ നത്തിങ്ങിൽ എത്തിയതെന്നാണ്. ഓക്കെ, ബിബ്ലിക്കൽ റെഫറൻസസ് ധാരാളം ഉള്ള ഒരു ബുക്കാണ് ദ ഡെഡ് നോ നത്തിങ്. വളരെ ഇൻറ്റൻഷനലി ആണോ ഈ ഒരു ബിബ്ലിക്കൽ റെഫറൻസസ് കൊണ്ടുവന്നിട്ടുള്ളത്? അത് നമ്മുടെ സ്റ്റോറിയുമായിട്ട് എത്രത്തോളം റെലവൻ്റ് ആയിട്ട് പോകുന്നുണ്ട്? അതായത് ഈ ബിബ്ലിക്കൽ റെഫറൻസസ് വരാൻ കാരണം ബൈബിളുമായിട്ട് നല്ലൊരു ബന്ധം വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ PhD ചെയ്യുമ്പം അതിനകത്ത് ഒരു ചാപ്റ്റർ ബൈബിളായിരുന്നു. സുഭാഷ് സാറാണ് ഗൈഡ്, സാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ബൈബിളിൽ നിന്നും ഉള്ള ഒരു നോവൽ ഞാൻ അതിനകത്ത് റിസർച്ച് ചെയ്തായിരുന്നു. അപ്പം ഈ ബൈബിൾ നല്ല വൃത്തിയായിട്ട് കുറേ വായിക്കേണ്ടി വരികയും ഒക്കെ ഉണ്ടായി. പിന്നീട് ഈ മുക്കാട് പ്രദേശത്തും താമസിക്കുന്നതുകൊണ്ട് പള്ളിയുടെ അടുത്തായതുകൊണ്ട് പള്ളിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യവും എനിക്ക് വളരെ അറിയാം. കോമൺ ആയിട്ട് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കണക്കാണ് വരുന്നത്. പിന്നെ ഇതിനകത്തെ കഥാപാത്രവും ഈ ജീസസ് ക്രൈസ്റ്റും ഒക്കെ ആയിട്ട് ചെറിയ ബന്ധമുള്ള കണക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഭയങ്കരമായ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തുണ്ട്. മാത്രമല്ല സെൻട്രൽ ക്യാരക്ടർ പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി സെമിനാരിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും ബൈബിളിൽ നിന്ന് ഒരുപാട് കൊട്ടേഷൻസ് ആ കഥാപാത്രത്തിന് ഓർമ്മ വരികയും പറയുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് ബിബ്ലിക്കലായിട്ടുള്ള റെഫറൻസുകൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ബൈബിൾ നൽകുന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സന്ദേശം ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇത്രയും ബിബ്ലിക്കൽ റെഫറൻസസ് കൊണ്ടുവരാൻ പറ്റിയത്? അതായത് ബീങ് എ ഹിന്ദു, ബൈബിൾ എങ്ങനെയാണ് ഇത്രയും ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചത്? ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ PhD എഴുതപ്പം ഈ ബൈബിൾ നല്ലോണം വായിക്കുകയുണ്ടായി. പിന്നീട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും പള്ളിയിലെ പ്രാർത്ഥനയും എല്ലാ കാര്യവും നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ ബിബ്ലിക്കലായിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ധാരാളം വരുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ബൈബിൾ നല്ല രീതിയിൽ നേരിട്ട് വായിക്കുന്നില്ലെങ്കിലും അറിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുള്ള ഒരു കഥയാകുമ്പം സ്വാഭാവികമായിട്ടും ബൈബിളിക്കലായിട്ടുള്ള റെഫറൻസുകൾ അതിനകത്ത് നാച്ചുറലായിട്ട് വരുന്നതാണ്. അത് ഫോഴ്സ്ഫുള്ളായിട്ട് വന്നതല്ല, നിങ്ങൾ നോക്കുമ്പോൾ അറിയാം വളരെ നാച്ചുറലായിട്ടാണ് ഈ ബൈബിളിലെ കോട്ട്സ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ബുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലത്താണെന്ന് പറഞ്ഞു. അതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഫിഷർമെൻ കമ്മ്യൂണിറ്റീനെയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെ ലൈഫ് പോർട്രേ ചെയ്യാം എന്ന് വിചാരിച്ചത്? അത് ഇൻറ്റൻഷനലായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നോ?
അല്ല അത് ഒന്നാമത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫിഷർമാൻ കമ്മ്യൂണിറ്റി വളരെ കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയയിൽ താമസിക്കുന്നത് കൊണ്ടും പിന്നീട് ഇതിൻ്റെ ഞാൻ ഉദ്ദേശിച്ച കേന്ദ്ര കഥാപാത്രം ഒരു ഫിഷർമാൻ ആയതുകൊണ്ടും പിന്നീട് അവരുടെ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു നോവൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും മാത്രമല്ല ആ ലൊക്കേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. ആ ലൊക്കേഷൻ ഒരു ഫിഷർമാൻ ഐലൻഡും ഒക്കെ ആയതുകൊണ്ട് അത് കൂടുതൽ ഈ സെറ്റിങ്സും ലൊക്കേഷനും ഒരു കഥാപാത്രം പോലെ ഇതിനകത്ത് വരുന്നതെന്ന് റിവ്യൂവേഴ്സ് പറയുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറ്റിയൊരു സ്ഥലത്താണ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. മാത്രമല്ല ഈ കമ്മ്യൂണിറ്റി അധികം റെപ്രസെൻറ്റ് ചെയ്ത് വന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാത്തൊരു കമ്മ്യൂണിറ്റിക്ക് ഒരു വോയിസും കൂടെ ആവുകയാണ് ഈ ബുക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് ഞാൻ ഓഡിയൻസിലേക്ക് വരികയാണ്. ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് ത്രൂ ഔട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഓഡിയൻസ് ഒന്നും ക്വസ്റ്റ്യൻസ് എടുക്കാം ആൻഡ് അല്ലാത്ത ഡിസ്കഷൻ. ക്വസ്റ്റ്യൻസിന് ഉപരിയായിട്ട് ഈ ബുക്ക് വായിച്ചവരുടെ അഭിപ്രായം ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു.